എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്കൊരു ചെറിയ കഥ പറഞ്ഞു തരാം. ക്ലൈമാക്സ് മിസ് ചെയ്ത് കേട്ടോ. അപ്പോൾ കഥയിലേക്ക് കടന്നാലോ? അതെ, ഒരു മീൻപിടുത്തക്കാരൻ കടലിൻ്റെ തീരത്തുള്ള മരത്തിൻ്റെ അടിയിൽ നിന്ന് ബീഡി വലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി ഒരു വലിയ പണക്കാരനായിട്ടുള്ള ഒരു ബിസിനസ്മാൻ പാസ് ചെയ്യാൻ ഇടയായി. അപ്പോൾ അയാൾ ഈ മീൻപിടുത്തക്കാരനെ കണ്ടപ്പോൾ നേരെ അയാളുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, താൻ എന്തിനാടോ ജോലിയൊന്നും ചെയ്യാതെ ചുമ്മാ ഈ മരത്തിൻ്റെ അടിയിലിരുന്ന് ബീഡിയും വലിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ പറഞ്ഞു, ഞാൻ ഇന്നത്തേക്കുള്ള മീനൊക്കെ പിടിച്ചു കഴിഞ്ഞു, എനിക്കത് മതി. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ ബിസിനസ്മാന് ഭയങ്കര ദേഷ്യമായി. അയാൾ പറഞ്ഞു, എടോ, എന്നാൽ തനിക്ക് വെറുതെ ഇരുന്ന് സമയം വേസ്റ്റ് ചെയ്യാതെ കുറച്ചുകൂടി മീനെ പോയി പിടിച്ചൂടെ? അപ്പോൾ ആ മീൻപിടുത്തക്കാരൻ ചോദിച്ചു, കുറേ മീനെ പിടിച്ചിട്ട് ഞാനെന്ത് ചെയ്യാനാ? അപ്പോൾ ബിസിനസ്മാൻ പറഞ്ഞു, തനിക്ക് കുറേ മീനെ പിടിച്ചാൽ അത് വിറ്റ് കൂടുതൽ പണം സമ്പാദിച്ചൂടെ? ആ പൈസക്കൊരു വലിയ ബോട്ട് വാങ്ങിച്ചൂടെ? അപ്പോൾ മീൻപിടുത്തക്കാരൻ ചോദിച്ചു, എന്നിട്ട് ഞാനെന്ത് ചെയ്യാനാ? അപ്പോൾ ബിസിനസ്മാൻ പറഞ്ഞു, ആ വലിയ ബോട്ട് വെച്ച് തനിക്ക് കുറേ ഡീപ്പായിട്ടുള്ള ഏരിയയിൽ പോയിട്ട് കുറച്ചുകൂടി കൂടുതൽ മീനിനെ പിടിക്കാലോ, അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ആ ഫിഷർമാൻ പിന്നെയും ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ബിസിനസ്മാൻ പറഞ്ഞു, തനിക്ക് അപ്പോൾ കൂടുതൽ ബോട്ടുകൾ വാങ്ങിക്കാം, അങ്ങനെ മറ്റുള്ള ആളുകളെ ജോലിക്കാരായി വെക്കാം, അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കാം. മീൻപിടുത്തക്കാരൻ പിന്നെയും ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ബിസിനസ്മാൻ പറഞ്ഞു, എടോ, എന്നാൽ തനിക്ക് എന്നെ പോലെ പണക്കാരനായിട്ടുള്ള ബിസിനസ്മാൻ ആവാൻ പറ്റും. മീൻപിടുത്തക്കാരൻ പിന്നെയും ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഉടനെ ബിസിനസ്മാൻ പറഞ്ഞു, എടോ, അപ്പം തനിക്ക് സമാധാനമായിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റും. അപ്പം നമ്മളുടെ മീൻപിടുത്തക്കാരൻ ചോദിച്ചു, ഞാനിപ്പോൾ പിന്നെ എന്ത് ചെയ്ത് ജീവിക്കുകയാണെന്നാണ് താൻ വിചാരിച്ചിരിക്കുന്നത്? അപ്പോൾ കഥ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാകും, അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് നന്നായിട്ട് കഷ്ടപ്പെടണം. കൺസിസ്റ്റൻ്റായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അത് നല്ല ഒരു കാര്യം തന്നെയാണ്. പക്ഷേ പണവും പദവിയുമൊക്കെ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ ജീവിക്കാൻ മറന്നു പോകരുത്. അത് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയാവരുത്. നിങ്ങൾക്ക് ശരിക്കും എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാവുക അത് ചെയ്യുക. ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക. ഫ്രണ്ട്സിനോടൊപ്പം യാത്ര ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക. ഇതൊന്നുമല്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക. ബി ഹാപ്പി, എൻജോയ് യുവർ ലൈഫ് ഇൻ ഓൺ വേ. അതേ ഈ കഥയിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലെ നല്ല നല്ല മോട്ടിവേഷൻ സ്റ്റോറിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.